ഞാൻ എൻ്റെ സീൻ പ്രേമത്തിൽ നിന്ന് കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇല്ല എനിക്ക് വേണ്ടത് ഇപ്പോഴും വേണ്ട. ഞങ്ങളെല്ലാവരും ആലുവ എന്നുള്ള കാരണം കൊണ്ടും ആ പ്രേമം എന്ന് പറയുന്ന സിനിമയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതും കൊണ്ട് ആലുവ ഗ്യാങ്, ഞങ്ങളൊരു പുതിയ ഗുണ്ടാ ഗ്യാങ് ഉണ്ടായി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു. കുട്ടികളൊക്കെ മുഖത്ത് നോക്കി ഇതുപോലെ തന്നെ പറയും, എന്നെ കൊണ്ട കൊല്ലാന്ന് തോന്നുന്നു. എനിക്ക് സിനിമ കാണാൻ പറ്റില്ല, എൻ്റെ ഭയങ്കര അത്യാവശ്യം. സിനിമയിൽ ഏത് പൊസിഷനാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് ആ സീറ്റിലിരുന്ന് സിനിമ കാണുന്ന പൊസിഷനാണ് ഇഷ്ടം എന്ന് പറയും. ഞാനൊരു കാര്യത്തിൽ കൺഫ്യൂഷൻ അടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ അതൊരു പ്രശ്നമില്ല, അതൊരു പ്രശ്നമല്ലല്ലോ, അത് അടിപൊളിയല്ലേ. അടിപൊളിയാണോ? ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും പ്രതീക്ഷയുള്ള ഞാൻ ഇത്ര പോപ്പുലറായിരുന്ന ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്ന് അൽഫോൺസ് 5500 ഫോട്ടോ വെച്ചിട്ട് ഒരു ആൽബം ചെയ്യുന്നത് സ്റ്റോപ്പ് മോഷൻ. അതിലാണ് ആദ്യമായിട്ട് എന്നെ അൽഫോൺസ് ഒരു വർക്കിന് വിളിക്കുന്നത്. ആൾക്കാർ വിസിലടിക്കുകയാണെങ്കിൽ നമ്മളത് പോയി കാണണം. നമുക്കത് ആ ഫുൾ ക്രൗഡിൻ്റെ കൂടെ നമ്മൾ പോയിരുന്ന് കണ്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും. വെറുതെ ഇരുന്ന് എൻ്റെ കല്യാണ വീഡിയോ ഒക്കെ കുത്തിപ്പോക്കി അതൊക്കെ പോയി വൈറലാവുന്നു. അപ്പം ഞാനിങ്ങനെ എൻ്റെ അമ്മയെന്നുള്ള സീനിൽ അതൊക്കെ എല്ലാം കണ്ടിട്ടുണ്ടല്ലേ. Hello and welcome everyone to the show and welcome actor Sharafuddin. ഷർഫുവിനെ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് അതൊരു അപ്പോളജിയും കൂടെയാണ്. കാരണം കുറേ സിനിമകൾ ഞാൻ മിസ് ചെയ്തെടുത്തു ഇനീഷ്യൽ പാർട്ടിൻ്റെ. ആൻഡ് ഞാനൊരു സിനിമ കാണാൻ പോയി ഫാമിലി ആയിട്ട്. എനിക്ക് ആ സിനിമ തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അതിനകത്ത് 2 പേര് ഞാൻ നല്ലോണം ശ്രദ്ധിച്ചു. ആൻഡ് ഐ വാസ് ലൈക്ക്, ഹൂ ഇസ് ദിസ് ഗൈ? കാരണം ബാക്കിയുള്ളവരുടെ എല്ലാം പൊട്ട അഭിനയമായപ്പോഴും നിങ്ങൾ 2 ആക്ടേഴ്സിൻ്റെ യു സ്റ്റുഡ് ഔട്ട്. ഇറ്റ് വാസ് വെരി നാച്ചുറൽ, ഇറ്റ് വാസ് വെരി കംപ്ലീറ്റ്ലി ഇൻ സിങ്ക്. പക്ഷെ ബാക്കി എല്ലാം വാസ് ഫോളിങ് അപ്പ്. അപ്പം അങ്ങനെ വെച്ചാൽ ആദ്യമായിട്ട് ഞാൻ ഷർഫുവിനെ ശ്രദ്ധിക്കുന്നതും ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുന്നതും ഹൂ ഇസ് ദിസ് ആക്ടർ. ആൻഡ് അന്ന് മുതൽ ഐ ഹാവ് ബീൻ വാച്ചിങ് യുവർ വർക്ക് ആൻഡ് ഐ മസ്റ്റ് ടെൽ യു ഷർഫു, ആൻഡ് ഇതൊരു ജസ്റ്റ് നോട്ട് ടു ഫ്ലാറ്റ്, ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ദിസ്. ആൻഡ് ഏത് വർക്ക്, ഏത് സ്റ്റോറി എവിടെ ചെന്നാലും ഈ പൂച്ച 4 കാലിൽ വന്ന് വീണ മാതിരിയാണ്. യു ലാൻഡ് സംഹൗ ഇൻ ദാറ്റ് റോൾ ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ഫൈൻഡ് അമേസിങ് അബൌട്ട് യുവർ വർക്ക്. ബിക്കോസ് അത് ബൊഗെയിൻവില്ലയിലായാലും ആർക്കറിയാമിലാണെങ്കിലും ഹലോ മമ്മിയിലാണെങ്കിലും യു സംഹൗ ഗെറ്റ് ദ സ്കിൻ ഓഫ് ദ ക്യാരക്ടർ. അപ്പം ഈ പ്രോസസ് ഓഫ് ആക്ടിംഗ് എന്നൊക്കെ ഞാൻ ചോദിച്ച് ബട്ട് ടെൽ മീ, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് എക്സൈറ്റ്സ് യു അബൌട്ട് ആക്ടിങ് ആൻഡ് ഗെറ്റിംഗ് ഇൻ ടു ദ ക്യാരക്ടർ? പേഴ്സണലി ഞാൻ അങ്ങനെ ആക്ടിങ് കരിയറിലേക്ക് മാറുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ സ്കൂൾ ടൈമിലെല്ലാം ഞാൻ സ്റ്റേജിൽ വെച്ച് ഞാൻ ആ ഹോൾ സ്റ്റേജിനെ ചിരിപ്പിച്ച് ആ ഡ്രാമ കൊളമാക്കിയ ആളാണ്. കൊളമാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ 11th or 12th. അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അല്ല, ഞാൻ ചിരിപ്പിച്ചതല്ല, ഞാൻ നിന്ന് ചിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ഇത് കണ്ട് എന്നെ കണ്ടതേ ചിരിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇപ്പം നാളെ ഞാൻ എൻ്റെ സ്കൂളിൻ്റെ ആ സ്കൂളിൽ ഞാൻ ഗസ്റ്റായിട്ട് പോവുകയാണ്. അപ്പോൾ എന്നെ മിസ്സൊക്കെ വിളിക്കുന്നുണ്ട്, നീ വരുവോടി എന്നുള്ള. എന്ന് വെച്ചാൽ ഞാനൊരു വികൃതി പയ്യനായിരുന്നു. ഞാൻ ഭയങ്കര എന്താ പറയുക, ഞാൻ നല്ല സന്തോഷത്തിലായിരിക്കും എപ്പോഴും പോയിക്കൊണ്ടിരുന്നു. ഡ്രാമയ്ക്ക് പോവുക അല്ലെങ്കിൽ ഡ്രാമ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഞങ്ങളെല്ലാം, ഞാൻ കിച്ചൊക്കെയാണ് ഈ പറഞ്ഞ പോലെ. ആരും അതിന് ഭയങ്കര സീരിയസ് ആയിട്ട് 1-2 പേരുണ്ട്. പക്ഷെ അവർക്ക് ഈ ഞങ്ങളെപ്പോലുള്ള കുറച്ച് തല്ലിപ്പൊളി കൂട്ടുകാരുള്ള കാരണം കൊണ്ട് ഇതൊന്നും കരയെത്തിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല പലപ്പോഴും. അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, പക്ഷെ ഞാൻ വളരെ നേരത്തെ മുതൽ ഞാൻ കുറച്ച് ബുക്സ് വായിക്കുമായിരുന്നു. അന്ന് കുറച്ച് കട്ടി ബുക്കുകൾ തന്നെ വായിക്കും കമ്പയർ ടു അതേഴ്സ്. ആ പ്രായത്തിൽ ഞാൻ വായിക്കുന്നതിൽ കുറച്ച് വലിയ ബുക്കുകൾ ഞാൻ എടുത്ത് വായിച്ചിട്ടുണ്ട്. അന്ന് MTയുടെ കഥകൾ അല്ലെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് നോവൽസും, അപ്പം ഇംഗ്ലീഷിലല്ല മലയാളം ഇതായിട്ടുള്ള വിവർത്തനം ചെയ്ത് അതെല്ലാം ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ട് കുറച്ച്. അതെനിക്ക് തോന്നുന്നു ആ സമയത്ത് ആ പ്രായത്തിൽ വായിച്ചത് ഭയങ്കര നല്ലതായിരുന്നു. ആ സമയത്ത് എനിക്ക് കുറച്ച് വായനാശീലം നന്നായിട്ടുണ്ടായിരുന്നു, ലൈക്ക് നന്നായിട്ട് റീഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു എനിക്കൊരു തോന്നുന്നു അതായിരിക്കും ചിലപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, അതൊരു ഗുണകരമായിട്ട് എനിക്ക് ആ ബേസ് എനിക്ക് ഭയങ്കരമായിട്ടും തോന്നിയിട്ടുണ്ട് കുറച്ച് അങ്ങനെ ഒരു കാലത്ത്. അപ്പോൾ എനിക്കതിലിപ്പോഴും ഓർമ്മയുള്ള ചില മനുഷ്യരുണ്ട്, എനിക്ക് പുസ്തകം തന്നുകൊണ്ടിരുന്ന കുറച്ച് മനുഷ്യരുണ്ട്. പ്രായമായ മനുഷ്യരായിരുന്നു അന്ന്. ഒരു അദ്ദേഹമൊന്നും ഇല്ല, 2 പേരും ഇപ്പം ഇല്ല. മോഹൻ എന്ന് പറഞ്ഞ ചേട്ടനും നാട്ടിലുള്ള വേറൊരു ചേട്ടനായിരുന്നു. ഇവരൊക്കെ ഈ എന്താ പറയുക, അവരുടെ ഏജിൽ അവർ വർക്ക് ചെയ്യുന്ന 40 വയസ്സ് അന്ന് അവർക്കുണ്ട്. പക്ഷെ അവരുടെ അടുത്ത് നിന്നൊക്കെ ബുക്ക് എനിക്ക് മേടിക്കുക, വായിക്കാറുണ്ടോടാ നീ എന്നൊക്കെ ചോദിക്കാറുണ്ടോ. ഞാൻ വായിക്കാറുണ്ടെന്നൊക്കെ പറയും.
അപ്പോൾ സിനിമയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് അവേ ഇൻ ടു ദ മൂവീസ്, അതല്ലാതെ ഇടയ്ക്ക് ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ ഒരു പടിപടിയായിട്ട് എന്തെങ്കിലും ചെറിയ ആഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഷർഫു? അൽഫോൺസിൻ്റെ കൂടെ ഒരു ഷോർട്ട് ഫിലിം അല്ല, അതൊരു സ്റ്റോപ്പ് മോഷൻ ആൽബം ആയിരുന്നു അത്. അന്ന് അൽഫോൺസ് 5500 ഫോട്ടോ വെച്ചിട്ട് ഒരു ആൽബം ചെയ്യുന്നത് സ്റ്റോപ്പ് മോഷൻ. അതിലാണ് ആദ്യമായിട്ട് എന്നെ അൽഫോൺസ് ഒരു വർക്കിന് വിളിക്കുന്നത്. ഞാനും ഉണ്ടായിരുന്നു, സിജു ഉണ്ടായിരുന്നു അതിൽ, ശബരി എല്ലാവരും ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അന്ന്. ഇപ്പം 2010 or 9 അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഒരു കുറേ 5500 ഫോട്ടോസ് വെച്ചിട്ട് ഒരു ഫ്രെയിം ഒരു ഇതുണ്ടാക്കിയിട്ട് പുള്ളി ചെയ്തതാണ്. അന്ന് ഈ കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ മുജീബാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. മുജീബിൻ്റെ ട്രാക്കിലായിരുന്നു ഞങ്ങളത് ചെയ്തത്. നിങ്ങൾ ഈ ആലുവ ഗ്യാങ് എപ്പോഴാണ് ഫോം ചെയ്തത്? നിങ്ങൾ ഈ ഫ്രണ്ട്സ് എല്ലാവരും മീറ്റ് ചെയ്തത്? എനിക്ക് ബാക്കിയുള്ളവർക്ക് അറിയാം, എനിക്കറിയില്ല. ഞാനും കിച്ചു ഒരു സ്കൂളിലാണ് പഠിച്ചത്. കിച്ചു, അൽഫോൺസ്, ശബരി ഒരു കോളേജിലാണ് പഠിച്ചത്. ഞാനും അൽഫോൺസും ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിൽ കളിക്കുമായിരുന്നു. അൽഫോൺസും നിവിനും സിജുവും ഒരു പാരിഷിലെ ആൾക്കാരായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് അത്. പക്ഷെ ഞങ്ങളെല്ലാവരും ഒരു പല സന്ദർഭങ്ങളിൽ ഒരു ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു, ഗോബൂസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് സിനിമയുടെ താല്പര്യമുള്ളവർ മാത്രമായിട്ട് ഒരു സെറ്റ് ആൾക്കാർ അവിടെ സ്ഥിരമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതായിട്ട് ഞങ്ങളങ്ങനെ ഫോം ആയതാണ്. പിന്നെ അൽഫോൺസ്, ശബരി എല്ലാം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ അൽഫോൺസിനെ പിന്നെ ഞാൻ കാണുന്നതിന് മുമ്പ് അൽഫോൺസ് ഓൾറെഡി ചെന്നൈക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ശബരി പോയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ളതാണ് ഇപ്പോൾ വിഷ്ണു, ഗോവിന്ദ്, ശങ്കർ എന്നൊക്കെ പറഞ്ഞപ്പോൾ സൗണ്ട് ഫാക്ടറി ഇപ്പോൾ എല്ലാ സിനിമയുടെയും സൗണ്ട് ഡിസൈൻ ചെയ്യുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഇയർ നാഷണൽ അവാർഡ് എല്ലാം കിട്ടിയ വിഷ്ണു. ഭയങ്കര ഒരു ക്രിയേറ്റീവ് ബഞ്ച് ആയിരിക്കുമല്ലോ ഇവരെല്ലാരും കൂടെ ഒന്നിച്ചിരിക്കുമ്പോഴത്തെ ചർച്ച. ഞാൻ വിചാരിക്കുന്നത് എത്ര ലൈവായിരിക്കുന്നു. ഒരു ചർച്ചയില്ല, ഒരു സിനിമാക്കാരും പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒറ്റടുത്തരും. ഞങ്ങൾ വെറുതെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുക, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഈസി ഫ്രണ്ട്സാണ്. അപ്പം അങ്ങനെ ഇരിക്കുള്ളൂ. ആർക്കെങ്കിലും പറ്റിയ അബദ്ധം ഇപ്പോഴും പറയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വിഷ്ണു, പിന്നെ ഈ നമ്മുടെ രാജേഷ് മുരുകേശൻ, ആനന്ദ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ളായിരുന്നു. ഇപ്പം ബൊഗൻവില്ലയുടെയും പ്രേമത്തിൻ്റെയും ഭീഷ്മയുടെയൊക്കെ സിനിമോട്ടോഗ്രാഫറാണ് ആനന്ദിൻ്റെ അസിസ്റ്റൻ്റ് വിജയ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് അൽഫോൺസിൻ്റെ ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ഈ ആലുവ ഗ്യാങ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? കാരണം ഈ ഒരു അണ്ടർഗ്രൗണ്ട് ഗ്യാങ്, ഞങ്ങൾ ഒരിക്കലും ഒരു ഗ്യാങ് എന്ന് പറഞ്ഞു. ആലുവ ഗ്യാങ് എന്നുള്ള പേരെങ്ങനെയാ വന്നത്? അത് ഞങ്ങൾ ഇട്ടല്ല, അത് ഞങ്ങളെല്ലാവരും ആലുവ എന്നുള്ള കാരണം കൊണ്ടും ആ പ്രേമം എന്ന് പറയുന്ന സിനിമയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതും കൊണ്ട് ആലുവ ഗ്യാങ്, ഞങ്ങളൊരു പുതിയ ഗുണ്ട ഗ്യാങ് ഉണ്ടായി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു. നാട്ടിലേതോ വലിയ മുതലാളിനെ ഇടിച്ചു വരുത്തി എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ പേര് വന്നാണ്. പക്ഷേ ഈ സമയത്ത് നിങ്ങളെല്ലാം നിങ്ങളുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഈ റിലേഷൻഷിപ്സ് ഒക്കെ ചേഞ്ച് ആയിട്ടൊക്കെ ഉണ്ടാവില്ലേ? ഈ ഒരു ഫ്രണ്ട്ഷിപ്പും ഈ ബന്ധങ്ങളും ഒക്കെ മാറി മറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഹൗ ഡു യു സീ ദിസ്? ഇല്ല, അങ്ങനെ മാറി മറിഞ്ഞിട്ടൊന്നുമില്ല. എന്താ പറയുക, ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണ് റഹ്മാൻ ബ്രദേഴ്സ്. അവർ സ്ഥിരമായിട്ട് ആർട്ട് ഹൗസ് സിനിമ ചെയ്യുന്നവരാണ്. ഞാൻ ഒരു ദിവസം രാത്രിയൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി ഒരു 11 മണിയായപ്പോൾ എനിക്കത് ഷൂട്ട് ആലുവയിൽ നടക്കുന്നുണ്ട്. മിനിമലായിട്ട് അവർ ചെയ്യുന്നത്, ഭയങ്കര നമ്മുടെ ഒരു സിനിമ ഒറിജിനൽ സിനിമ സെറ്റ് പോലെയല്ല. അവർക്കൊരു വളരെ കുറച്ച് അതിൻ്റെ ബേസ് പ്ലാനിൽ അവർ പടം ചെയ്യും. റഹ്മാൻ ബ്രദേഴ്സ്, ഷിനോസ് റഹ്മാൻ, സജാസ് റഹ്മാൻ, അവരാണ് വാസന്തി എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്. ഞാൻ ചെയ്ത ആദ്യത്തെ പ്രൊഡക്ഷൻ പടം ഇവർ തന്നെ ഇത് ചെയ്തതാണ്, റഹ്മാൻ ബ്രദേഴ്സാണ്. അവരുടെ ഒരു 4ാമത്തെ സിനിമയാണ്. ഇപ്പോൾ സിജു ആണ് അതിൽ ലീഡ് ചെയ്യുന്നത്, സിജു തന്നെയാണ് അത് ഇത് ചെയ്യുന്നത്. ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കഥയാണ്. അപ്പോൾ അവിടെ ഞാൻ രാത്രി പോയി ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി ഞങ്ങളുടെ സ്വന്തം ആൾക്കാരെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടെന്നുള്ള സന്തോഷമുണ്ട്. Coming to your characters, one thing which I wanted to know was ആസിഫിൻ്റെ ഇൻ്റർവ്യൂവിൽ ആസിഫ് പറയുന്നുണ്ട് ദാറ്റ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആസിഫിന് സിനിമയെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ആൻഡ് therefore ആസിഫ് ഇവിടെ എത്തിപ്പെടുമ്പോൾ ഇതിനകത്തെ എങ്ങനെയാണ് ഡൈനാമിക്സ് ഒന്നും അറിയാതെ ആ സ്വപ്നം കണ്ടു നടന്നു. whereas you on the other hand ഈ ഫീൽഡിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു. ഡു യു എഗ്രി വിത്ത്? അല്ല, അങ്ങനെയല്ല. ഞാൻ ഭയങ്കര സിനിമ ലവറാണ്. എനിക്ക് സിനിമ കാണാൻ പറ്റണം. എനിക്ക് സിനിമ കാണാൻ പറ്റില്ല, എൻ്റെ ഭയങ്കര അത്യാവശ്യം. സിനിമയിൽ ഏത് പൊസിഷനാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് ആ സീറ്റിലിരുന്ന് സിനിമ കാണുന്ന പൊസിഷനാണ് ഇഷ്ടം എന്ന് പറയും. അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത്, നല്ല സിനിമകൾ കാണുന്നു. അത് എനിക്കൊരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതിനു മുമ്പ് എവിടെ പറഞ്ഞത്, ഞാൻ അൽഫോൺസ് ഒരു ദിവസം ആർഗ്യുമെൻ്റ് നടന്നപ്പോൾ അൽഫോൺസ് ഞാൻ എന്തൊരു കാര്യത്തില്ല, കുഞ്ഞ് കാര്യത്തില്ല, ഞാൻ പറഞ്ഞത് നീ കണ്ടതിൽ കൂടുതൽ പൊട്ട സിനിമ കണ്ടവനാടാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ലൈക്ക് നല്ല സിനിമ എന്ന് എനിക്ക് പറയില്ല, പക്ഷെ ഞാൻ കുറേ പൊട്ട സിനിമകളും കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ആ അത്രയും സിനിമ കണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ പ്രേമവും അല്ല നേരവും ഓം ശാന്തി ജൂഡ ചെയ്തത്. ജൂഡ നമ്മുടെ ഇതുപോലെ തന്നെ സുഹൃത്താണ്. നേരം ഓം ശാന്തി ഓഷനെ പ്രേമം ചെയ്യുമ്പോൾ എനിക്കൊരു ബിസിനസ്സൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ എന്നെ മൂസിയം വിളിച്ചിട്ട് പറയും, നിൻ്റെ ഷോട്ട് ചിലപ്പോൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്, എവിടെയുണ്ട്, ഞാൻ ഒരു ഓഫീസിലുണ്ട്, എന്നാൽ പതുക്കെ ഇറങ്ങിക്കോ എന്ന് പറയുമ്പോൾ ഞാൻ ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഫുൾ ടൈം ആ സെറ്റിൽ വന്ന് ഭയങ്കരമായിട്ട് അവിടെ ഉണ്ടാവും. വൈകുന്നേരം പാക്കപ്പ് വിളിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. അപ്പം അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള രീതിയിലാണ്. പിന്നെ എൻ്റെ ഷോട്ടുള്ളപ്പോഴുണ്ടാവും. പിന്നെ ഹിച്ചും ശബരിയൊക്കെ ഇടയ്ക്ക് വെറുതെ വിളിക്കും, എടാ എന്ന് മറ്റേ അങ്ങനെയൊക്കെയാണ് അത് നടന്നത്. ആലുവ തന്നെയുള്ള ഷൂട്ടുകൾ. അപ്പം ഞാനവിടെ പോയി ചെയ്തു, കഴിഞ്ഞു. സിനിമ നമ്മുടെ സ്വന്തം സിനിമയാണ്. ഞാൻ ചെയ്തതിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എഡിറ്റിൽ ഒരിക്കൽ അൽഫോൻസിൻ്റെ അടുത്ത് കുഞ്ഞിതായിട്ട് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്ലീസ് അത് കളയണം, എൻ്റെ സീനാണ്, പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് വേണ്ടെന്ന്. അങ്ങനെ അൽഫോൻസ് എൻ്റെ അടുത്ത് ഒരുപാട് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു അത് വേണ്ട കളയാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കളഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇല്ല, ഞാൻ എൻ്റെ സീൻ പ്രേമത്തിൽ നിന്ന് കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇല്ല എനിക്ക് വേണ്ടത് ഇപ്പോഴും വേണ്ട. അല്ല, പക്ഷെ അൽഫോൻസ് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് അതിന് എന്താ കുഴപ്പം, അത് ഇടാൻ പാടില്ല. ഞാൻ പറഞ്ഞു വേണ്ട ഇടണ്ടെന്ന്. അതങ്ങനെ ചെയ്തു. ഞാൻ അപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള സിനിമകളിലൊക്കെ അല്ലാതെ ചെയ്യാൻ സാധ്യതയില്ല എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് ബോധിപ്പിച്ച് വെച്ചേക്കുന്ന ഒരാളാണ്. അപ്പോഴാണ് അതിൻ്റെ ശേഷമാണ് പ്രേമം വന്ന് ഇറങ്ങിയിട്ട് ഇത് എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് കൊണ്ടിടന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഗിരിരാജൻ കോഴി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൊളി പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ കൊള്ളാലോ പരിപാടി എന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഒട്ടും പ്രതീക്ഷയുള്ള ഞാൻ ഇത്ര പോപ്പുലറായിരുന്ന ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. അതിങ്ങനെ ഭയങ്കരമായി വൈറൽ വീഡിയോ അങ്ങനെയൊക്കെ ആയി. വെറുതെ ഇരുന്ന് എൻ്റെ കല്യാണ വീഡിയോ ഒക്കെ കുത്തിപ്പോക്കി അതൊക്കെ പോയി വൈറലാവുന്നു. അപ്പം ഞാനിങ്ങനെ എൻ്റെ അമ്മയെന്നുള്ള സീനിൽ എല്ലാവർക്കും അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഭീമ കുറെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ ആദ്യത്തെ 2 കാലഘട്ടം ഷൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് കാലഘട്ടം മഞ്ഞഷട്ടി കാലഘട്ടം ചെയ്യുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. മോളുണ്ടായപ്പോൾ അവള് ലക്ഷ്മിയിലാണ് ഉണ്ടായത് അവിടെ. അപ്പോൾ സീനത്തിൽ പ്രേമം ഓടുന്നുണ്ട് ഓപ്പോസിറ്റ് തിയേറ്ററിൽ. സന്തോഷമുള്ള കാര്യം. പിന്നെ പ്രേമത്തിൻ്റെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊരു ഫ്ലൂക്കാണ്. ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി, ബ്രോ താൻ ഒരു ഫ്ലൂക്കാണ്, താൻ പോകണ്ട, താൻ അവിടെ നിൽക്കുന്നത്. പിന്നെ എനിക്ക് കുറേ കോൾസൊക്കെ വന്നു. അപ്പോൾ ഞാനങ്ങനെ ഒന്നും അങ്ങനെ പിടിക്കാറൊക്കെ നടന്നു. അങ്ങനെ സിജു വിളിച്ചിട്ട് ഹാപ്പി വെഡ്ഡിങ്ങിൻ്റെ കാര്യം, ഇതുപോലെ മാർത്താണ്ഡൻ ചേട്ടനാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ അൻവറൊക്കെ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പാവാടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സിജു ഞാനില്ല എന്നൊക്കെ പറഞ്ഞതാണ് ഹാപ്പി വെഡ്ഡിങ്ങിന്. അത് സിജുവിനെ അറിയാം. എന്നിട്ട് ഞാൻ ഹാപ്പി വെഡ്ഡിങ് അല്ല, ഞാനിങ്ങനെ പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് എനിക്ക് ഭയങ്കര പ്രശ്നം. ലൈക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഈ വേൾഡിൽ പോയിട്ട് ഞാൻ എങ്ങനെ സെറ്റ് ആവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞു. സത്യം പാവാട സെറ്റിൽ ഞാൻ കോസ്റ്റ്യൂം വണ്ടിയുടെ അകത്ത് കയറി ഇരിക്കുമായിരുന്നു. ഞാനിങ്ങനെ കോസ്റ്റ്യൂം വണ്ടിയിൽ ഇരിക്കുള്ളൂ. ഞാനിങ്ങനെ നിറച്ച് ഡ്രസ്സുകളുടെ ഇടയിൽ കയറി ഞാൻ ഇങ്ങനെ ഇരിക്കും, പാട്ടും കേട്ടിരിക്കുമായിരുന്നു. ഹാപ്പി വെഡ്ഡിങ് ചെയ്യുമ്പോൾ സിജു ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ തൊബാമ എന്ന് പറയുന്ന സിനിമ, മോസിൻ എന്ന് പറഞ്ഞ പ്രേമത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു അവൻ്റെ സിനിമ. അപ്പോൾ അവൻ്റെ സിനിമ ആയതുകൊണ്ട് വീണ്ടും അതൊരു സീരിയസ് കാര്യമായിട്ടൊക്കെ പിടിച്ച് ഇവന്മാർ എന്നെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. ഓക്കെ, എൻ്റെ ഫ്രണ്ട്സ് എന്നെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയോണ്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇത് എന്തെടുവായി എന്നുള്ള സാധനം. അപ്പം ഞാനങ്ങനെ തൊബാമ ചെയ്ത് അപ്പോഴും ഈ ജിത്തോൻ്റെ കൂടെ ആദി എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ ഇടയിൽ ഫഹദായിട്ട് റോൾ മോഡൽസ്. അപ്പോഴാണ് ഫഹദ് വിനായകൻ ചേട്ടൻ വിനയ് ഫോട്ടോയൊക്കെ ആയിട്ട് ഞാൻ റോൾ മോഡൽസ്. വിനയ് ഫോട്ടോയൊക്കെ ആയിട്ട് വിനായകൻ, ഇത്രയും പേരുണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും, അത് മാത്രമല്ല അത് ഗോവയും ലൊക്കേഷൻ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് അവിടെ ആ സിനിമ ചെയ്തു. അപ്പോൾ അവിടേക്ക് വെച്ചിട്ടൊക്കെയാണ് കുറച്ചിങ്ങനെ ഭയങ്കര രസമായിട്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഇതിനു മുമ്പ് ആരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ദിലീഷ് പോത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഗോവയ്ക്ക് പോവാണ്, മറ്റന്നാൾ ഞങ്ങളെല്ലാവരും ഗോവയ്ക്ക് പോവാം. അപ്പോൾ ദിലീഷ് പോത്തിന് ഈ പറഞ്ഞ പോലെ അവിടെ ഇല്ല, ഷൂട്ടില്ല, ഇവിടെ കൊച്ചിയിലുള്ളൂ. അപ്പം കഴിഞ്ഞ അന്നത്തെ ലൊക്കേഷൻ കഴിഞ്ഞ് അപ്പോൾ ഗോവയ്ക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ശരി ഞാൻ കുറേ കാലമായി കേട്ടാ, ഞാൻ ഈ ഗോവയൊന്നും കണ്ടിട്ടില്ല, ഞാൻ ഒന്ന് ജീവിതത്തിൽ ചില്ല് ചെയ്യാൻ പോകാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തനിക്കെന്തോ ട്രാവൽ കമ്പനി ഇല്ലേ, താൻ ഗോവയ്ക്കൊന്നും പോയിട്ടില്ല ഇതുവരെ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ പോയിട്ടില്ല, ആ ഭാഗത്തുനിന്ന് ഞാൻ ഇറങ്ങിയിട്ടില്ല അതുവരെ. അപ്പം അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഞാൻ ഒരു സ്ഥലത്തേക്ക് മാറിയെന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഗോവയ്ക്ക് കാണുമ്പോഴുള്ള ഒബ്സർവേഷൻ എനിക്കൊരു ഫഹദ്
വിനയ് സോ പാഷനേറ്റ് അബൌട്ട് ആക്ടിങ്. ഒരു ആക്ടിങ് സ്കൂൾ തന്നെയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് അവരുടെ ഒരു അപ്രോച്ചൊക്കെ കാണുമ്പോഴും ഞാൻ കുറച്ചും കൂടി ഒരു പരിപാടിയിലേക്ക് ഞാൻ എത്തിയത്. എനിക്കിതിൽ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൂ. പിന്നെ ആ സിനിമയിലും കുഴപ്പമില്ലാത്ത ഒരു പരിപാടിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ വരത്തൻ്റെ കോള് വരുന്നത്. വരത്തൻ വാസ് എ ഗെയിം ചേഞ്ചർ കേട്ടോ. ശരിക്കും വരത്തൻ്റെ കോള് വരുമ്പോഴും എനിക്ക് such a creepy guy. My God, I hated you. അല്ല, പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതിലേക്ക് വിളിച്ചപ്പോഴും ഞാൻ ഭയങ്കര ശങ്കയിലാണ്. എനിക്ക് ഓൾറെഡി ഞാൻ ഇതിലാണ് ചിരിപ്പിച്ചൊക്കെ പോകുന്നത്. എനിക്കിതിന് വെറുപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ടോ എന്നൊക്കെ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ചോദിച്ചൊക്കെ ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ നിൽക്കായിരുന്നു. പിന്നെ അമ്മലേട്ടൻ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ Obviously, അത് ഡെഫിനറ്റ്ലി അത് പിന്നെ അത് ചെയ്യാതിരിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ ഭയങ്കര മണ്ടത്തരമായനല്ലോ. അപ്പോൾ നമ്മൾ അതങ്ങനെ ചെയ്തു. പിന്നെ അത് വർക്കായി. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഓക്കെ, എന്നിൽ ഔഷധ ഗുണമുണ്ടെന്ന് എനിക്ക് എവിടെയോ തോന്നി. എനിക്ക് എന്നെക്കുറിച്ചൊരു മതിപ്പൊക്കെ തോന്നിയത് അപ്പോഴാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ വരത്തൻ ചെയ്യുമ്പോഴില്ലേ ഈ ക്യാരക്ടറിലേക്ക് വരുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് എവിടെ നിന്നാണ്? സ്ക്രിപ്റ്റിൽ നിന്ന് തന്നെയാണോ അത് അമലിന്റെ ബ്രീഫിംഗ് നിന്നാണോ? അമലേട്ടന് ബ്രീഫിംഗ് കലകനാണ്. അമലേട്ടന് ബ്രീഫ് ചെയ്യുമ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് തരും. എടോ തനിക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞൊരു കണക്ഷൻ തരും. ആ കണക്ഷൻ നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും. പിന്നെ ഈ ഭയങ്കര ഡർട്ടി ഗ്രേ ആയിട്ടുള്ള ഒരു ഭയങ്കര ബാഡാണ്. അല്ല, നമ്മൾ ഡെഫിനറ്റ്ലി നമുക്കറിയാൻ പറ്റും. നമ്മളുടെയൊക്കെ സർക്കിളുകളിൽ എന്താ പറയുക, നമ്മളുടെയൊക്കെ ഏതെങ്കിലും ഒരു അറ്റത്ത് ഇങ്ങനത്തെ ഉള്ള ഞാൻ അങ്ങനെ പറയുന്നതല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇതൊന്നും ഒന്ന് റെഫർ ചെയ്യുമ്പോൾ അതിനൊരു ഇതുണ്ട്. പക്ഷേ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ റൂട്ടുകളിൽ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. അതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഡിഡ് യു ഫീൽ അതിൻ്റെ ദാറ്റ്സ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ ഫോർ യു പേഴ്സണലി സ്പീക്കിംഗ്? ഗെയിം ചേഞ്ചർ ആവും എന്നുള്ളതിനേക്കാൾ കൂടുതലും എനിക്കറിയാം എന്തോ പൊട്ടത്തരം വരാൻ പോകണേ. അല്ല, ഞാൻ ഇത് എന്തിടിവിട്ടായിരിക്കും വെട്ടാൻ പോണെന്നുള്ള പേടിയുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഈ റേപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ എന്നെ ഒരിക്കലും ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പം ഞാനിതൊക്കെ ചെയ്യുവാണല്ലോ എന്നൊക്കെ ഉള്ള സാധനം പിന്നെ ഇത് ജനം കാണുവാണല്ലോ എന്നാണ്. പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ ഒരുപാട് മേലെയാണത് എന്താ പറയുക അതിൻ്റെ ഒരു എഫക്റ്റ് വന്നത്. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. കുട്ടികളൊക്കെ മുഖത്ത് നോക്കി ഇതുപോലെ തന്നെ പറയും, എന്നെ കൊണ്ട കൊല്ലാന്ന് തോന്നുന്നു, വെറുപ്പിച്ചെന്നൊക്കെ പറയും. ഭീമ എന്തായിരുന്നു റിയാക്ഷൻ? ഭീമക്ക് അതൊക്കെ ഭയങ്കര വർക്കാണ്. ഭീമ അതൊക്കെ എൻ്റെ ഇങ്ങനെയുള്ള കുറച്ച് അകത്തുള്ള കൺഫ്യൂഷൻസിന്റെ നേരെ ഓപ്പോസിറ്റാണ് പുള്ളിക്കാരത്തി. അപ്പം അതെനിക്ക് തോന്നുന്നത് നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യത്തിൽ കൺഫ്യൂഷൻ അടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ അതൊരു പ്രശ്നമില്ല, അതൊരു പ്രശ്നമല്ലല്ലോ, അത് അടിപൊളിയല്ലേ, അടിപൊളിയാണോ? അങ്ങനെയാണ് ഭീമ എല്ലാം ഇതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തു. വരത്തനൊക്കെ പുള്ളിക്കാരത്തിക്ക് ഭയങ്കര വർക്കായിരുന്നു. എൻ്റെ പടങ്ങൾ ഞാനങ്ങനെ ഫസ്റ്റ് പക്ഷെ പോവില്ല, ഭീമ പോവാറുണ്ട്. ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ചെയ്ത ഈയിടയ്ക്ക് ചെയ്തില്ല കഴിഞ്ഞ 2-3 വർഷത്തിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഇത് അടിപൊളി എന്നൊന്നും പറയില്ല എന്ന് തോന്നുന്നു. ഭീമക്ക് ആർക്കറിയാൻ ഇഷ്ടമാണോ? അതാണ് എനിക്ക് ആർക്കറിയാൻ ഭയങ്കര ഒരു യുണീക്ക് ചോയ്സ്. എനിക്ക് ഷർഫുവിന്റെ ചോയ്സസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ആർക്കറിയാൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇത്ര ട്രിക്കിയാണേ. ഒരു വശത്ത് ബിജു മേനൻ, മറുവശത്ത് പാർവതി, രണ്ടുപേരും ഭയങ്കര സ്ട്രോങ് ക്യാരക്ടേഴ്സും അതിന്റെ ഇടയ്ക്ക് പെടുന്ന ഒരു പാമ്പഞ്ച്, അതൊരു വല്ലാത്തൊരു ക്യാരക്ടറാണ്. അത് പൊതുവെ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ മടിക്കുന്ന ക്യാരക്ടറാണ്. ഷർഫുന് എന്താണ് അത് നീലായത്? ഞാനതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് സാൻചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത്, സാൻചേട്ടാ കുറച്ചും കൂടി നമുക്ക് ഡയലോഗ് കുറയ്ക്കാം, ഇയാളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇയാളുടെ മനസ്സിലുള്ള ഡയലോഗ്സ് പുറത്ത് തന്നെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു കമൻറ്റ്. കാരണം എനിക്ക് അയാൾ പോകുന്നൊരു ട്രോമ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതിൻ്റെ കഥ പറഞ്ഞപ്പോഴും വായിച്ചപ്പോഴും എല്ലാം. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനത് ചെയ്യില്ല എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയില്ല. കാരണം എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഒന്ന് ബിജു മേനോൻ, പാർവതി, പിന്നെ സാൻചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ അതിനു മുമ്പ് അറിയില്ല, പക്ഷേ അങ്ങനെ എനിക്ക് അൽഫോൺസിന് ശേഷം ഞാൻ ഇങ്ങനെ അതുപോലെയൊക്കെ സംസാരിക്കുന്ന അല്ലെങ്കിൽ അതുപോലെയൊക്കെ പെരുമാറുന്ന ഒരു മനുഷ്യനെ കണ്ടതാണ് സാൻചേട്ടനെ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം അത് ഭയങ്കര എനിക്ക് ആ പുള്ളീൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. നമുക്ക് ചില സ്കൂളാണല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അമലേട്ടൻ്റെ അടുത്ത് പോയി വർക്ക് ചെയ്തു, അൽഫോൺസിൻ്റെ കൂടെ വർക്ക് ചെയ്തു, സാൻചേട്ടൻ, അങ്ങനെ കുറേ പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് കണ്ട ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിങ്ങ് സർവീസ് റോഡിൽ കൂടെ പോയാൽ മതി, എനിക്ക് ഹൈവേ കയറി ഫുൾ സ്പീഡ് അടിച്ച് പോകണ്ട, സർവീസ് റോഡ് പറഞ്ഞിട്ടുണ്ട്, എവിടെയോ ഇന്റർവ്യൂവിൽ കിട്ടി.
അപ്പൊ ഈ സർവീസ് റോഡിൽ പോയി 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 അവസാനം പ്രൊഡ്യൂസറായി ഹൈവേയിലെത്തി. ഓൾറെഡി ഒരു മൂവി സർവീസ് ചെയ്തിട്ടുണ്ട്. റോഡിലെ പ്രൊഡ്യൂസറായിട്ട് കണ്ടാണ്. അതെന്താണ്, ലീഡ് റോൾ ചെയ്തു, ക്യാരക്ടർ റോൾ ചെയ്തു, വില്ലൻ റോൾ ചെയ്തു, ഉള്ള റോൾസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു, പ്രൊഡ്യൂസറുമായി. But why is this reluctance to own this space, Sharpu? Own that space, no, man. I mean, this is ഇതൊരു കാര്യമുണ്ട്. This is the weirdest interview I've had. എന്തോ ഇപ്പോഴും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മടിയുള്ള മാതിരി തോന്നുന്നു. എന്താണ് അങ്ങനെയില്ല. ഞാൻ എല്ലാരും ഇവിടെ പീപ്പിൾ എൻ്റെ PR മെഷീനറി ഓവർ ഡ്രൈവ് ഉള്ളിടത്ത് ഒരാൾ അണ്ടർ പ്ലേ ചെയ്യാണ് കണ്ടിന്യൂസ്. അയ്യോ, അണ്ടർ പ്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പിടിച്ചിരിക്കുന്ന ഐറ്റം ഒന്നുമില്ല. ഞാൻ മലപ്പുറം പിടിച്ചേക്കുന്ന ഐറ്റം ഒന്നുമില്ല. എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു സിനിമ തിയേറ്ററിൽ വലിയ എന്താ പറയുക, വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വൈകുന്നേരം പതിവ് പോലെ തന്നെ ഇറങ്ങി പോവും, ചായ കുടിച്ച് കൂട്ടുകാരുടെ തുറക്കാനൊക്കെ പറഞ്ഞ് നിങ്ങൾ വരും. നിങ്ങളുടെ ഒരു പടം ഞാൻ വർക്കായി അന്നത്തെ ദിവസം മുതൽ ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് എന്ത് ഗ്രിപ്പാന്ന് എനിക്ക് മനസ്സിലാവാറ് കൂടിയില്ല എന്ന് പറയാം. അതാണ് ശരിക്കും എനിക്ക് എന്നെക്കുറിച്ച് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പടം വർക്കായാൽ ഞാൻ കുറച്ചും കൂടി ഈ സംഭവത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇച്ചിരി കൂടി ഞാൻ വരത്തൻ ഹീറ്റായിട്ട് ഒരാഴ്ച ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എന്തുകൊണ്ട് അറിയില്ല. അഞ്ചാം പാതിരയ്ക്ക് ഇതേ അവസ്ഥ ഉണ്ടായിരുന്നു. അഞ്ചാം പാതിരയുടെ ക്യാരക്ടർ ഇപ്പോഴും ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഇൻഫാക്ട് ഞാൻ എൻ്റെ ടീംമേറ്റിനോട് ചോദിച്ചപ്പോൾ അവൻ ആദ്യം പറഞ്ഞത് അഞ്ചാം പാതിരയുടെ ക്യാരക്ടറാണ്, അത് അടിപൊളി ക്യാരക്ടറാണെന്ന് പറഞ്ഞത്. ഞാൻ മിസ് ചെയ്ത മൂവിയാണ്. ആണല്ലേ? ഞാനത് മിസ് ചെയ്ത ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്ന് കേട്ടിട്ടുണ്ട്, പോയി കണ്ടിട്ടില്ല. എനിക്ക് പറ്റിയ ഒരു അബദ്ധങ്ങളിലൊന്നാണത്. ഞാൻ അഞ്ചാം പാതിര തിയേറ്ററിൽ കണ്ടില്ല. എനിക്ക് ഈ അടുത്ത കാലത്ത് തോന്നിയൊരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയേറ്ററിൽ പോകണം. നമ്മുടെ സിനിമ വർക്കാണ്, ആൾക്കാർ ക്ലാപ്പ് ചെയ്യുകയാണെങ്കിലോ ആൾക്കാർ വിസിലടിക്കുകയാണെങ്കിലോ നമ്മളത് പോയി കാണണം. നമുക്കത് ആ ഫുൾ ക്രൗഡിൻ്റെ കൂടെ നമ്മൾ പോയിരുന്ന് കണ്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും. അതിൻ്റെ പോസിറ്റീവായിട്ട് ഭയങ്കര എനർജി ആകും. അത് മാത്രമല്ല, നമ്മളൊരു തിയേറ്ററിൽ കാണുമ്പോഴല്ലേ അതിൻ്റെ ഫുൾ ഫോം ഓഫ് ദാറ്റ് ആർട്ട്, അതിൻ്റെ എക്സ്പ്രഷൻ കാണും. അതെ, ഡെഫിനറ്റ്ലി. രണ്ടാമത് ഞാൻ എൻ്റെ സിനിമകളുടെ കാര്യത്തിൽ മാത്രമേ എനിക്ക് ആ പ്രശ്നമുള്ളൂ. എൻ്റെ സിനിമ ബാക്കി എല്ലാം ഒരു പടം ഞാൻ മിസ് ചെയ്യാറില്ല. എനിക്ക് ഏറ്റവും ഈയിടയ്ക്ക് കണ്ട ഏതെങ്കിലും സിനിമ, അത് ഇംഗ്ലീഷും ആവാം കേട്ടോ, മലയാളം പറയാൻ മടിയാണെങ്കിൽ, ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത സിനിമ ഏതാണ് ഷർഫുന്? അതൊരു ആക്ടിങ് എന്ന ഇതിലാവാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി ആവാം, ഡിറക്ഷൻ ആണെങ്കിൽ. ഈ അടുത്ത് ലബ്ബർ പന്ത് എന്ന് പറയുന്ന പടം ഭയങ്കര ഇഷ്ടമായിരുന്നു. അനാറ്റമി ഓഫ് എ ഫോൾ കണ്ടായിരുന്നു. അനാറ്റമി ഓഫ് എ ഫോൾ കണ്ടില്ല, പക്ഷെ ഞാൻ സൊസൈറ്റി ഓഫ് ദി സ്നോ കണ്ടായിരുന്നു. അത് നെറ്റ്ഫ്ലിക്സിൽ. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമയാണ് അത്. സൊസൈറ്റി ഓഫ് ദി സ്നോ ഭയങ്കര വർക്കായ സിനിമയാണ്. അനാറ്റമി ഓഫ് എ ഫോൾ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ കുറേ സിനിമകൾ മാറ്റി വെച്ചിട്ടുണ്ട്, ഭയങ്കര സെറ്റ് ചെയ്തിരുന്ന് കാണാൻ വേണ്ടി. ഈ എഴുത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, പത്മരാജനെ കുറിച്ച് ഒരു ഡയറി എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ വെള്ളപ്പൊക്കത്തിൽ പോയി ഞാൻ മിനിയാന്ന് വീട്ടിൽ പോയപ്പോഴും ഞാൻ മേളിലൊക്കെ കയറി അതിൻ്റെ അതിൻ്റെ ഇടയിൽ പോയി നോക്കി. ഞാൻ അത് കിട്ടിയില്ല. എനിക്കത് നഷ്ടപ്പെട്ടോ? എനിക്കൊന്ന് ഫ്ലഡിൽ പോയിട്ടുണ്ടോ. അത് അടിപൊളി ഡയറി ആയിരുന്നു. അത് ആക്ച്വലി കമൽ സാർ അതിൻ്റെ താഴെ സൈനൊക്കെ ചെയ്തിട്ടുണ്ട്. കമൽ സാറിനായിട്ട് താൻ എഴുതിയാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അങ്ങനെ അനുഭവിക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷം. അപ്പോൾ ഇപ്പോൾ ഇനി പ്രൊഡ്യൂസറിൻ്റെ റോളിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു റോൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു റോൾ ഫിലിമിൽ എടുക്കുകയാണെങ്കിൽ, അത് ഡയറക്ഷൻ ആയിരിക്കും? ചെയ്യുമായിരിക്കും, പക്ഷെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മടിയാണോ അതോ എൻ്റെ കോൺഫിഡൻസ് കുറവാണോ എന്ന് മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നില്ല. How can you be so not confident? അങ്ങനെ പറഞ്ഞ ഈ ഇത്രയും സിനിമകൾ ചെയ്ത് എത്ര 40 സിനിമയായി ഷർഫു. 37 ആയിരുന്നു മധുര മനോഹരം. അപ്പൊ ഇപ്പൊ 40 സിനിമയിൽ കൂടുതലായി. അപ്പൊ പിന്നെ ഒരു എനിവേ, എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ ചോദ്യങ്ങൾ ഒന്നും ചോദിക്കില്ല. അയ്യോ, അങ്ങനെ പേഴ്സണൽ ചോദിക്കുന്നതിൻ്റെ അല്ലേ, ഈ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ അങ്ങനൊന്നും ഇല്ല, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, നേരത്തെ ഞാൻ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചതാണ്, അതും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ നേരിട്ട് കാർഡ് ഗെയിമിലേക്ക് പോവുകയാണ്. ഓ, കാർഡ് ഗെയിം. എനിക്ക് കാർഡ് ഷഫിൾ ചെയ്യാൻ അറിയില്ല. എനിക്കറിയാന്ന് വെച്ചാൽ കുറച്ചറിയാന്നുള്ളൂ. ഓക്കെ, നോക്കിയാ എൻ്റെ ഇടയ്ക്കില്ലല്ലോ. എവിടെ നോക്കും? ഇല്ല,
റെഡി? റെഡി, എടുത്തോട്ടെ. ആ ദൈവമേ, ഞാനാ പ്രാർത്ഥിക്കുന്നത്. അൺഅഡ്വൈസബിൾ. വാട്ട് ഈസ് അൺഅഡ്വൈസബിൾ? ലൈക്ക് വാട്ട്? എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇത് ചെയ്യാൻ പാടില്ല. ഐ വുഡന്റ് അഡ്വൈസ് യു ടു ഡു ഇറ്റ്. ഓ, അത് ലൈഫിൽ നിന്നാവാം, ഞാൻ പറയണത് എന്റെ പോളിസി. എക്സ്പീരിയൻസസ് പറയണം. എന്താണ് അൺഅഡ്വൈസബിൾ? വിളിക്കാത്ത കല്യാണത്തിന് പോകരുതെന്ന്. കഴിഞ്ഞു. അല്ല, ഞാനൊരു കാര്യം, ഈ പെറ്റ് ഡിറ്റക്റ്റീവ് ആ സബ്ജക്ട് എടുക്കാനുള്ള കാരണം എന്താ? ഞങ്ങളത് 2020 പ്ലാൻ ചെയ്ത സിനിമ. പിന്നെ പതുക്കെ അത് ഇവിടം വരെ എത്തി. അപ്പം നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ഒരു കാര്യമുണ്ട്, അതിപ്പോഴും നിലവിൽ ഉണ്ട്. അതൊരു നമുക്കൊരു കുറച്ച് കാലമായിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് സിനിമയാണ്. അപ്പം ഫാമിലി ഓഡിയൻസിന്, എല്ലാ കുട്ടികൾക്കും ഫാമിലീസിനും ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു സിനിമ. അതൊരു കാസ്റ്റിംഗ് കൂ തന്നെയാണ് അല്ലേ? അനുപമ പരമേശ്വരൻ കുറേ നാളത്തെ ശേഷം. അതെ, അനുപമ പരമേശ്വരൻ. Tell me something about the movie beyond this, no? ഒന്നും പറയൂലേ? ഞങ്ങൾ അതിന്റെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, എല്ലാവരും ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ ഞാനത് നമ്മളൊരു കണ്ടന്റ് ഇവിടെ ഷർഫു എന്ന സസ്പെൻസിനെ പോലെ തന്നെ ഷർഫുവിന്റെ പെൻ ഡിറ്റക്റ്റീവ് ഒരു സസ്പെൻസ് അത്രക്കില്ല. അടുത്ത എന്താണോ? എന്താണ് കരഞ്ഞു തീർക്കുക? ശരിക്കും ഞാൻ പെട്ടെന്ന് കരയും, ഭയങ്കര പെട്ടെന്ന് കരയും. സത്യമായിട്ടും ഞാൻ പെട്ടെന്ന് കരയും. അതുപോലെ തന്നെ ആ കരയുന്ന അതേ സംഭവത്തിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും. എനിക്ക് ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് വെറുതെ നിൽക്കുന്ന ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കരയും. ഞാനൊരു 10 കാർഡ് എടുപ്പിക്കും, കാരണം എനിക്ക് വാട്ട് ഈസ് യെസ് എന്താണ് എടുത്ത് ചാടി യെസ് പറയാ? ചാവടിക്കാൻ പോകും. എനി ടൈം യെസ്. പെർഫെക്റ്റ്. Just let it be. എല്ലാ ലൈഫിലെ പ്രശ്നങ്ങളും just let it be ആണ് for you, or do you actually fight it out? Say for instance you got into a fight with Bhima. Are you somebody who will just let it be, or ഭീമയുടെ കൂടെ ഇരുന്ന് അത് സംസാരിച്ച് സോൾവ് ചെയ്യുന്ന ആളാണോ? അത് മറന്നുകള എന്ന് പറയുന്ന ആളാണോ? അത് സോൾവ് ചെയ്യാൻ നോക്കുന്ന ആളാണോ? അങ്ങനെയൊന്നുള്ളൊരു ചിന്ത ഞാൻ ഇതുവരെ ചിന്തിച്ചില്ല. ഞാനിപ്പോൾ ആലോചിച്ച് നോക്കുമായിരുന്നു, അതൊക്കെ ഇരുന്ന് സംസാരിച്ച് തീർക്കണമായിരുന്നു എന്നൊക്കെ. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് അടുത്ത ജോക്കിൽ ചിരിക്കുന്നവരെ. ലൈക്ക് ഒരു വഴക്കുണ്ടായാലും ഒരു 5-10 മിനിറ്റിലടുത്ത് ആരെങ്കിലും ഒന്നെങ്കിൽ പുള്ളിക്കാരത്തി വരണം പൊട്ടിക്കും, അല്ലെങ്കിൽ ഞാൻ പൊട്ടിക്കും, ഞങ്ങൾ അപ്പം തന്നെ ചിരിക്കുക, അത്രേ ഉള്ളൂ. What do you like most about her? ഹ്യൂമർ സെൻസ് തന്നെയായിരിക്കും. And what she hates about you? എൻ്റെ പല പരിപാടി ഇഷ്ടമല്ല. അത് സത്യം, അതൊരു വേറെ സത്യം. സിംപ്ലിസിറ്റി ഈസ് കീ. ഇതെങ്ങനെ എനിക്ക് വേണ്ടി ഒരു സെറ്റ് കാർഡാണോ? എനിക്ക് സിംപ്ലിസിറ്റി എൻ്റെ പേരിൽ ആരോപിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതൊക്കെ എല്ലാവരും കോംപ്ലിമെന്റ് ആയിട്ടല്ലേ എടുക്കുന്നത്. സിമ്പിൾ ആണ്, ഹംബിൾ ആണ്. എനിക്ക് ഈ അടുത്ത് മറ്റേ വിജയ് സേതുപതി പറഞ്ഞ ഭയങ്കര ഇഷ്ടമായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പുള്ളി സിമ്പിളായിട്ട് നടക്കാമെന്ന് പുള്ളി പറഞ്ഞില്ല, എൻ്റെ ഷർട്ടിനൊക്കെ നല്ല വിലയുണ്ടവേ എന്ന് പറഞ്ഞില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഉത്തരം. എനിക്ക് എന്താണ് സിംപ്ലിസിറ്റിയുടെ ഒറിജിനൽ മറ്റേ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തിനെ വെച്ചിട്ടാണ് നിങ്ങൾ സിമ്പിളാണ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കില്ലല്ലേ സിമ്പിൾ ആവുന്നത്. സിമ്പിൾ ആവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് മാത്രം എനിക്കറിയാം. സിമ്പിൾ ആവാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാം. ഒരു കാര്യം സിമ്പിളായിട്ട് പറയാനായിരിക്കും ഒരു ബുദ്ധിമുട്ട്. ആമയും മുയലിൻ്റെ കഥ പറയാൻ ഏറ്റവും സിമ്പിളായിട്ട് പറയാ എന്നുള്ളത് തന്നെ ആയിരിക്കും അതിൽ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നതായിരിക്കും എൻ്റെ ബുദ്ധിമുട്ട്. അല്ല. And how do you assess these stories? കാരണം ഇപ്പം എനിക്ക് ആ ചോയ്സ് മൂവീസ് വെച്ച് നോക്കുമ്പോൾ ഇല്ലേ ഷർഫു, ബിക്കോസ് യുവർ ചോയ്സസ് ആർ വെരി യുണീക്ക് ആൻഡ് ഒരു ക്യാരക്ടർ മറ്റേ ക്യാരക്ടറിന് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്നു. ദർ സംതിങ് വിച്ച് യു പേ അറ്റൻഷൻ ടു വിച്ച് makes you say yes to that movie. എൻ്റെ ഒരു ഭയങ്കര അത് എവിടെയാണ്? നരേഷനിലാണോ, സ്ക്രിപ്റ്റിലാണോ? എങ്ങനെയാണ് അത് അസസ് ചെയ്യുന്നത് ഈ സിനിമ ഈ ക്യാരക്ടർ എനിക്ക് പിടിക്കണം? പക്ഷെ ഞാൻ പറയാമല്ലോ, ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് സക്സസ് റേറ്റ് ഒന്നുള്ള സിനിമകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും പല സിനിമകളും ഫെയിൽ ആവും. റീസെൻ്റ്ലി ഞാൻ കുറച്ച് സിനിമകൾക്ക് എനിക്ക് എൻ്റെ ജഡ്ജ്മെൻറ്റ് പൊട്ടിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ വർക്കാവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനത്തിൽ ഓപ്പോസിറ്റ് സംഭവിച്ചാൽ എനിക്ക് കുറച്ച് അയ്യോ അതെങ്ങനെ എന്ന് ആ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പം
കഥകൾ അസസിങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഇഷ്ടങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ സിനിമയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് എനിക്കിപ്പോൾ കേൾക്കുമ്പോൾ ഇഷ്ടം, എനിക്ക് തോൽവി എഫ് സി ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. തോൽവി എഫ് സി എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമ ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. അപ്പം അങ്ങനെ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു ഫേസിലാണോ വേ യു തിങ്ക് ദാറ്റ് ഇനി പലതരത്തിലുള്ള റോൾസ് ചെയ്യണം, പല ക്യാരക്ടേഴ്സ് ചെയ്യണം, ആ ഒരു ഇതിലാണോ? ഓർ ഇനി ഇത് ഇത്രയൊന്നും ആലോചിക്കാനില്ലേ? കമോൺ ഷാഫു. ഇല്ല, ഇത്രയൊക്കെ ആലോചിച്ച് എങ്ങനെ ഞാൻ ഇന്നാളെ മുതൽ കുറച്ച് പരീക്ഷണം തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങും? എങ്ങനെ പറ്റുമത്? ഞാൻ കുറച്ച് സിനിമകൾ എൻ്റെ ഒരു ഇഷ്ടമൊക്കെ പിടിച്ച് ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു പോകുന്നു എന്നല്ലാതെ ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു പരിപാടി വേണം, ഞാൻ ഇനി എങ്ങനെ ഒരു പരിപാടി ഈ ഒരു ഫേസ് ഓഫ് മൈ കരിയർ ആണ് ഞാൻ ഇനി അവിടെ പോയിടാ അത് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. സ്ട്രാറ്റജി എനിക്ക് അങ്ങനെ തോന്നി. കരിയർ ഈ ട്രാക്കിൽ കൊണ്ടുവന്ന എനിക്ക് ഇവിടെ ഈ ഒരു പൊസിഷനിൽ എത്തിയിരിക്കണം അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം, യു നോ, ബാങ്കബിലിറ്റി ഓഫ് ആൻ ആക്ടർ. ഞാൻ സത്യം പറയാം. അപ്പൊ ഞാൻ ശരിക്കും പലപ്പോഴും ഇങ്ങനെ മാത്രം ചിന്തിക്കാറുണ്ട്, നെക്സ്റ്റ് ഇയർ ആകുമ്പോഴെങ്കിലും ഇത്ര രൂപ മേടിക്കണം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ ചിന്തിക്കുന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാൻ ഇനി പോയിട്ട് അങ്ങനെ കുറച്ച് പരിപാടി ചെയ്യണം, ഞാൻ ഇപ്പുറത്ത് ഇങ്ങനെ കുറച്ച് പരിപാടി ചെയ്യണം, അങ്ങനെ ഒന്നും. അപ്പൊ ഈ OTT പരിപാടി എങ്ങനെ, സീരീസ്, വെബ് സീരീസ്, അങ്ങനെയൊക്കെ കുറേ എന്നെ വിളിക്കാറുണ്ട്, വെബ് സീരീസുകൾ വിളിക്കാറുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എത്ര നല്ല ക്യാരക്ടർ മാസ്റ്റർ പീസ് ചെയ്തായിരുന്നു. അതിൽ നല്ല ക്യാരക്ടർ ആയിരുന്നു. എനിക്കറിയില്ല, ഞാൻ ഈ വെബ് സീരീസിന്റെ സ്പീഡ് എനിക്കറിയില്ല. അത് ഞാൻ വെബ് സീരീസും തമ്മിൽ ചേരുമോ എന്നുള്ളത് എനിക്ക്. Why do you say the web series in the speed? സ്പീഡ് കുറവല്ലേ വെബ് സീരീസിന്? That also brings me to the question. ഞാൻ ഇടയ്ക്ക് അഗൈൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുമ്പോൾ എനിക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം കണ്ടിട്ടുണ്ടല്ലേ? കാരണം എന്തെങ്കിലും ഇന്റർവ്യൂസ് കിട്ടട്ടെ. ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യില്ല, എന്നെ ആരും വിളിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അൺബിലീവബിൾ. ഞാൻ തന്നെ അൺബിലീവബിൾ. അതെ, ശരിക്കും അൺബിലീവബിൾ. ഓൺ ദാറ്റ് നോട്ട്, താങ്ക് യു. ദിസ് ഇസ് എ ഹാൻഡ് മെയ്ഡ് സോപ്പിന്റെ ബ്രാൻഡാണ് സെൻസോട്ടിക്ക. ആൻഡ് ശരിക്കും പ്യുവർ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. താങ്ക് യു. സ്കിൻ കെയറിനും ഒക്കെ വളരെ നല്ലതാണ്. ഞാൻ കെയർ ചെയ്തിട്ടാണ് കാര്യം. കഴിഞ്ഞു പരിപാടി. കഴിഞ്ഞു. താങ്ക് യു.